നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും ഇക്കുറി കോൺഗ്രസിന് വലിയ ആധിപത്യം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയമായിരുന്നു BJP. ഒപ്പം ഹിമാചൽ പ്രദേശിലെ 4 ലോക്സഭാ സീറ്റിലും വലിയ നേട്ടം BJP കൊയ്തെടുത്തു. എന്നാൽ മാണ്ഡിയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വലിയ തോതിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലേക്ക് അടിയൊഴുക്കുണ്ടായത്. അവിടെ നേരത്തെ വീർഭദ്ര സിംഗിൻ്റെ തട്ടകമായിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രതിഭ സിംഗ് മത്സരിച്ച് ജയിച്ചതും പിന്നീട് കോൺഗ്രസ് ഭരണത്തിലേക്ക് വഴിയൊരുക്കിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഗുജറാത്തും ഹിമാചൽ പ്രദേശും ഒരേ സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതായത് 2022 ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ 68 നിയമസഭാ സീറ്റുകളിൽ 40 എണ്ണം നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഭരണം BJPയിൽ നിന്നും കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലവുമാണ്. 4 ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. ഒപ്പം ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാർ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. അതിന് കാരണമാകുന്നത് മനോഹർലാൽ ഖട്ടറിന് JJP അതായത് ദുഷ്യന്ത് ചൗട്ടാല പിന്തുണ പിൻവലിച്ചതിന് ശേഷം BJP ശരിക്കും ഉഴറുക തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായ വിജയമാണ് ഹരിയാനയിൽ ഉണ്ടാക്കിയതെങ്കിൽ ഇക്കുറി അവിടെ വലിയ നഷ്ടങ്ങൾ BJPക്ക് സംഭവിക്കാൻ പോകുന്നു. ആം ആദ്മി പാർട്ടിയുടെ കൂടി പിന്തുണ കോൺഗ്രസിന് നേടിക്കഴിഞ്ഞപ്പോൾ അവിടെ 10ൽ 6 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലം തന്നെയാണ്. ഹരിയാനയിലെയും ഹിമാചൽ പ്രദേശിലെയും രാഷ്ട്രീയ കാലാവസ്ഥ എന്തുകൊണ്ടും കോൺഗ്രസ് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ഇത് BJPക്കും അതുപോലെ തന്നെ BJP നേതൃത്വത്തിനും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അനുരാഗ് താക്കൂർ അടക്കമുള്ള നേതാക്കൾക്ക് ഒരുപക്ഷെ പരാജയം സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഹിമാചൽ പ്രദേശിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ചലച്ചിത്ര താരമായിട്ടുള്ള കങ്കണ റണൌത്തിന് പോലും തിരിച്ചടി നേരിട്ടേക്കാം എന്നുള്ള സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, വിക്രമാദിത്യ സിംഗിൻ്റെ ശക്തമായ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന് ആധിപത്യം ലഭിക്കും. അങ്ങനെ ഈ 2 സംസ്ഥാനത്ത് കൂടിയുള്ള 10ഉം 4ഉമായി 14 സീറ്റുകളിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും രണ്ടിടത്തു നിന്നുമായി നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഉത്തര മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു ആധിപത്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മേഖലയിൽ തിരിച്ചു വരവിനുള്ള കൃത്യമായിട്ടുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ കേട്ടുകേൾവി.